മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ ആ കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യമില്ല എന്ന വിവരം വരുന്നു. 5-6 അജീഷ് ജയകുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ് പറയൂ. ഗോപി, GK കണ്ണൂർ CJM കോടതിയാണ് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 5 KSU നേതാക്കളാണ്. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ്. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചു ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. വധശ്രമവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നേതാക്കൾക്കും ഇല്ലായിരുന്നു. ഇപ്പോൾ കോടതിയിൽ പോലീസ് വാദിച്ചത് ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. 5-ാം തീയതിയും 6-ാം തീയതിയും ഇവരെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി ഇവർക്ക് ജാമ്യം നൽകാത്തത്. 5-ാം തീയതി പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനും ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നായിരിക്കും കസ്റ്റഡി അപേക്ഷ കൂടി പരിഗണിക്കുക. എന്തായാലും അടുത്ത സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയായി മുന്നോട്ട് പോകാനാണ് KSUവിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിൽ പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റ കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യമില്ല. 5-6 തീയതികളിൽ കസ്റ്റഡിയിൽ വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പ്രതികളെ 5-ന് കോടതിയിൽ ഹാജരാക്കണം എന്നാണ് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.